നമസ്കാരം. ഞാൻ രവീന്ദ്രൻ നായർ, മയൂരിയാർ ഫേസിൽ നിന്ന് മലയാളി ആസ്ട്രോളജർ ഇൻ മയൂരിയാർ എന്ന പേരിൽ കഴിഞ്ഞ 29-30 കൊല്ലമായിട്ട് ആസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ വാസ്തു പ്രാക്ടീസും ഉണ്ട്. വീടുകളിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് വാസ്തു വിസിറ്റ് നടത്തും. അതുപോലെ തന്നെ വേണ്ടതായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സും സജസ്റ്റ് ചെയ്യും. ഇതൊക്കെ ദില്ലിയും പ്രാന്തപ്രദേശങ്ങളുമാണ് നടത്തുന്നത്. മെയിനായിട്ട് ദില്ലി, നോയിഡ, ഗാസിയാബാദ്, ഗുർഗാവ് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ വിസിറ്റ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യും. അന്ന് ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വന്ന് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂറോ വാസ്തു വിസിറ്റ് നടത്താൻ വീടുകളിലെ റൂമുകളും എങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളും മൊത്തമായിട്ട് വിസിറ്റ് ചെയ്യും. എന്നിട്ട് അപ്പോൾ അതിന് വാസ്തുദോഷം എത്രയുണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് ഉള്ള റെമഡീസും എന്തൊക്കെയാണെന്ന് വെച്ചുള്ള സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ടത് എത്ര കണ്ട് ഉപകാരപ്രദമാകുന്നുള്ളത് സാധാരണ നമുക്കറിയാവുന്നതാണ്. കാരണം ഇനി വാസ്തു റെമഡിയിൽ നിന്ന് ഒരുവിധം ദോഷങ്ങളും പിന്നെ അതിൻ്റെ പരിഹാരങ്ങളായിട്ടുള്ള ചിലരുടെ കക്കൂസ് ഇങ്ങനത്തെ കുളിമുറി ഇങ്ങനത്തെ വീടുണ്ടാക്കിയിട്ടുള്ളതിൻ്റെ തന്നെ മൊത്തമായിട്ടുള്ള സാധാരണ രീതിയിൽ ഈ വാസ്തു വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വിസിറ്റ് ചെയ്യാൻ നല്ലത്. കാരണം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ രണ്ടാമത് റെക്ടിഫിക്കേഷനേക്കാളും ഭേദം ഉണ്ടാക്കാതിരുന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ ബെസ്റ്റ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും പൊളിക്കേണ്ടതിനാളും ഭേദം തന്നെയാണല്ലോ. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ പ്ലാൻ വരച്ച് ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതൊന്നും പറ്റാത്ത സ്ഥിതിയിൽ ഉണ്ടാക്കിയുള്ള ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുകയാണ് ഭേദം. അപ്പോൾ അത് ആരുടെ ആയാലും അതിന് പ്രത്യേകിച്ച് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഒന്നും വ്യത്യാസമൊന്നുമില്ല. ആര് വീടുണ്ടാക്കണമൊക്കെ സെയിം തന്നെയാണ്. വീടുണ്ടാക്കണതും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വാസ്തു നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ അപ്ലിക്കബിളാണ്. അപ്പോൾ അത് പൂജാമുറി കോണിപ്പെട്ട അടിഭാഗത്ത് പൂജാമുറി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ഥലമല്ല അതിന്. കാരണം അവിടെ പോയിരുന്നിട്ട് പൂജിക്കാം. കാരണം നമ്മുടെ സ്ഥലം സ്പേസ് വേസ്റ്റായി പോവാണ്. നമ്മളതിന് ഉപയോഗിക്കാനായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ പൂജാമുറി ഉണ്ടാക്കുകയാണ്, വേസ്റ്റ് ആവില്ല. അങ്ങനെ വിചാരിക്കരുത്. നല്ല നമുക്ക് പൂജാമുറി എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഉണ്ടാക്കേണ്ടി വരും. ദൈവികമായിട്ട് പൂജിക്കാനായിട്ട് പരിശുദ്ധിയായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കിയാൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ അതുപോലത്തെ അത് കാരണം കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടൊരു ഭാവനത്വം വേണം. എന്നാലേ കാര്യമുള്ളൂ തന്നെ. അല്ലെങ്കിൽ പിന്നെ വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, കാശ് ചിലവാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി വരും. ഈ വാസ്തുവൊക്കെ എത്ര കണ്ട് അപ്ലിക്കബിളാണ് എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശത്തെക്കുറിച്ചിട്ട് ആർഗ്യൂ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളോളായിട്ട് വിശ്വസിക്കുന്നതാണ്. അത് ഇപ്പോഴും നടന്നു വരാൻ കാരണം കൊണ്ടാണല്ലോ ആൾക്കാർ ഇത്രയധികം ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു വിശ്വാസമില്ലാത്ത കാര്യങ്ങളിൽ, അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോ അവസാനിപ്പിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിത് ഇത് കാണുക കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ഇത്രയും കാലങ്ങൾ നിലനിൽക്കാൻ തന്നെ കാരണം ഈ ആസ്ട്രോളജി, വാസ്തു മുതലായ ഈ വക സയൻസ് ഇപ്പോഴും കാലം ഇത്ര വർഷങ്ങളായിട്ട് 5000-10000 വർഷമായിട്ടും അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അത് സത്യമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ കൂടി കാര്യങ്ങൾ വാസ്തവമാണ് എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പം അത് കാരണം കൊണ്ട് ഈ വക കാര്യങ്ങളിൽ കുറച്ച് വിശ്വസിച്ചിട്ട്, കാരണം നമുക്ക് നമ്മുടെ കുറിച്ചുള്ള ഫ്യൂച്ചർ ആർക്കും തന്നെ അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ചതിൻ്റെ അനുസരിച്ച് ബേസ്ഡാണ് ആസ്ട്രോളജി. നമ്മൾ ഏത് സമയത്ത് ജനിക്കുന്നു, ഏത് സ്ഥലത്ത് ജനിക്കുന്നു എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആസ്ട്രോളജി ഉണ്ടാവുക. അപ്പോൾ ആസ്ട്രോളജി അനുസരിച്ചാണ് നമ്മുടെ ജനംകുണ്ടലി ഉണ്ടാവുക. ജനംകുണ്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ജ്യോതിഷം. ജനംകുണ്ടലി എന്ന് പറഞ്ഞാൽ ഹൊറോസ്കോപ്പ്.
ആ ഹൊറോസ്കോപ്പ് അനാലിസിസ് ചെയ്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയുന്നത്. അതിപ്പോൾ 100% ശരിയാകുമെന്നൊന്നും ഞാൻ ശരിയാകുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടി, പക്ഷേ 100%-ൽ 80% ശരിയായാൽ മതിയല്ലോ. എന്നാലും നമുക്ക് ലൈഫിൽ എത്ര കണ്ട് ശതമാനം കാര്യങ്ങൾ ശരിയാവുന്ന നിർബന്ധമില്ല. 100% കാര്യമായും ശരിയായാൽ മാത്രമേ നമുക്ക് മുമ്പങ്ങ് നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ ചികിത്സ ചെയ്ത് എത്ര കണ്ട് ശതമാനം മാറുമെന്നറിയില്ല. അസുഖങ്ങൾ എന്നും പുതിയ അസുഖങ്ങൾ വരികയാണ്, പുതിയ ചികിത്സകൾ വരികയാണ്. അപ്പോൾ അതൊക്കെ എത്ര കണ്ട് ചെയ്താലാണ് അത് അപ്ലിക്കബിളായിട്ട് അസുഖങ്ങൾ മാറുക എന്ന് ഡോക്ടർക്ക് പോലും അറിയില്ല. നമ്മളെ മരുന്ന് സജസ്റ്റ് ചെയ്യും ഡോക്ടർക്ക് പോലും അറിയാത്ത കാലത്താണ്. ദാറ്റ് മീൻസ് എത്ര കണ്ട് കിട്ടിയാൽ അത് മെച്ചമാണെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നമ്മൾ മൊത്തമായിട്ടും ബ്ലൈൻഡായിട്ട് തള്ളിക്കളയേണ്ട കാര്യങ്ങൾ എത്ര കണ്ട് നടക്കുന്നു ചെയ്തതിന് ശേഷം അറിയുള്ളൂ. അപ്പോൾ അത് കാരണം ചെയ്യുക എന്തായാലും. ഓക്കെ.